അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിനെ ചോദ്യം ചെയ്ത വിജിലൻസ്. ആഡംബര വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെയാണ് വിവരങ്ങൾ തേടിയത്. വായ്പയുടെ രേഖകളടക്കം MR അജിത് കുമാർ കൈമാറി. VV വിനോദ് ചേരുന്നു. വിനോദ്, എപ്പോഴായിരുന്നു ചോദ്യം ചെയ്യൽ? വിവരങ്ങൾ. അശ്വതി, MR അജിത് കുമാർ കവടിയാറിൽ ആഡംബര വീട് നിർമ്മിക്കുന്നു. ഈ തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. നേരത്തെ PV അൻവറാണ് ഇത്തരമൊരു ആരോപണം പുറത്തുവിട്ടത്. ചില ചിത്രങ്ങൾ സഹിതമായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തൽ. MR അജിത് കുമാർ വലിയ തോതിൽ കള്ളപ്പണം സമ്പാദിക്കുന്നു, സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ട്. SP സുജിത് ദാസും അതോടൊപ്പം തന്നെ MR അജിത് കുമാറും ചേർന്നാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നത്, കൊലപാതകത്തിൽ പോലും പങ്കുണ്ട് എന്ന നിലയ്ക്കൊക്കെയുള്ള വെളിപ്പെടുത്തൽ. ഇതിന്റെ കൂടെയാണ് ഈ തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദന പരാതി കൂടി വന്നത്. ഇങ്ങനെ ഒരു പരാതി വന്നതിനെ തുടർന്ന് വിജിലൻസിന് അത് കൈമാറിയിരുന്നു. തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ MR അജിത് കുമാറിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം ഈ ബാങ്ക് വായ്പയുടെ വിവരങ്ങൾ അടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഭാര്യാപിതാവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുവാണ്, അങ്ങനെ ലഭിച്ച ഭൂമിയാണ്, അവിടെയുള്ള ഒരു ഭവന നിർമ്മാണമാണ്. ഇത്തരം കാര്യങ്ങളാണ് MR അജിത് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റ് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞ് ഇരട്ടി തുകയ്ക്ക് വിറ്റു എന്ന ഒരു ആരോപണം കൂടി PV അൻവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദം ഉയരുകയും DGPയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വരികയും ചെയ്തു. അവിടെ സ്ഥലത്തുണ്ടായിരുന്ന MR അജിത് കുമാർ ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നത് അടക്കമുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടായി. തുടർന്ന് ADGP ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റിക്കൊണ്ട് സർക്കാരിന്റെ നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അച്യുതി. ശരി വിനോദ്.